ബിഗ് ബോസ് വീട്ടിലുള്ളവർക്ക് ഇനി വരുന്ന ആഴ്ച ഉറക്കമില്ലാത്ത ആഴ്ചയായിരിക്കും. ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. കാരണം കുറച്ച് പണികൾ വരാൻ സാധ്യതയുണ്ട്. അടുത്ത മത്സരാർത്ഥി ഒരു സോഷ്യൽ മീഡിയയിലൂടെ സമീപകാല സെൻസേഷനായ ഒരു വ്യക്തിത്വമാണ്. വെൽക്കം രേണു സുധി. മണ്ടന്മാരൊക്കെ ഒരുമിച്ചുണ്ടല്ലോ. ഭയങ്കരമായ ആള്. അല്ല, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ നിങ്ങളുടെ ആണല്ലേ? സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ നിങ്ങളുടെ ആണല്ലേ? ഞാനത് കോരി തെറിച്ചു പോയി. ആണ് ചിരിക്കണത്. എന്റെ ലൈഫിൽ എങ്ങനെയാണോ ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലും ഞാൻ ഞാനായിട്ട് തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്റെ നാട്ടുകാർ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യും. ഒരുപാട് പ്രഡിഷൻ ലിസ്റ്റ് എന്റെ പിക്സ് കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഹൗസിൽ വരണമെന്ന്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ മത്സരിക്കുമെന്നത് എന്റെ ഒരു ചലഞ്ചായിട്ട് തന്നെ ഞാൻ ഏറ്റെടുക്കുന്നു. നിന്റെ 50 പൈസയുടെ ആക്ടിങ് ഞാൻ നിനക്ക് സമ്മാനമായിട്ട് തരുന്ന ഓസ്കാർ അവാർഡ് എടുത്തോ, എന്നിട്ട് അണ്ണാക്കിലേക്ക് തിരിക്കും. അപ്പൊ ഒരുപാട് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അത് അത്ര എളുപ്പമുള്ള ഒരു സ്ഥലമല്ല. അതിന്റെ കാര്യം ഞാൻ ഏറ്റു. അല്ല അറിയാലോ. എന്തായിരിക്കും അതിവിടെ നമ്മുടെ കൂടുതൽ ഒരു തന്ത്രങ്ങൾ മെനയാൻ പോകുന്നത്? നമ്മളായിട്ട് തന്നെ നിൽക്കുക. കറക്റ്റ്, അത്രേ ഉള്ളൂ ലാലേട്ടാ. അല്ലാതെ തന്ത്രങ്ങൾ മെനഞ്ഞു നിൽക്കാനോ ഒന്നും കുറച്ച് കഴിയുമ്പോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമല്ലേ? ഏത് കൊമ്പം വന്നാൽ ആ കൊമ്പ് ഒടിച്ചു കളയും ഈ ദശമൂലൻ. കണ്ടസ്റ്റന്റ് ആണോ? എന്നറിയില്ല, എനിക്ക് കാണുന്നില്ല. അടുത്ത് വന്നാലേ കാണാൻ പറ്റും. എന്നാ അവിടെ തന്നെ നിന്നോ, കാണണ്ട. കാണിച്ചു വിട്ടണ. അല്ല, ആരാത് മനസ്സിലായില്ലല്ലോ. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. എന്റെ പേര് അനുമോൾ. അനുമോൾ എന്നെ അറിയില്ല? കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ നേരിട്ടല്ലേ കാണുന്നത്. സ്ക്രീനിൽ വേറെ അനുമോളെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? നാട്ടിക്കരുത്. നാട്ടിക്കില്ല. ആകെ നാറിയിരിക്കല്ലേ. പിന്നെന്തോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ.